അങ്ങനെ പരുവം മോശമാണ്. ഒന്നും നോക്കിയില്ല, നമ്മുടെ പഴയ ആയുധം എടുത്ത് ട്രിബിൾ കെട്ടി മുകളിൽ വെയിറ്റ് വിട്ട് മുറിപ്പൊന്നും ഇടുന്നില്ല, അല്ല വെട്ടിയടിക്കാനുള്ള പരിപാടി നോക്കാം. മച്ചാമാരെ, നമ്മള് ഷാഡും ലൂറും ഒക്കെ അടിച്ചുകൊണ്ടെന്ന് നമ്മൾ എന്തുകൊണ്ട് ട്രിബിളൊക്കെ കെട്ടി അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിച്ചിലിന്റെ ഒരു കൂട്ടം തന്നെ കണ്ടായിരുന്നു. ഈ കിടന്ന ആക്ടിവിറ്റി കാണിക്കുന്ന എല്ലാം പരിച്ചിലാണ്. നല്ല ഹെവി സൈസുള്ള പരിച്ചിലുകളാണ് എല്ലാം കിട്ടുന്നത്. സംഭവം അങ്ങനെ നമ്മൾ ട്രിബിളൊക്കെ ഇട്ട് വെട്ടിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ 1 റൗണ്ട് ഒന്നും കിട്ടിയില്ലായിരുന്നു. രണ്ടാമത് തൊട്ട് അങ്ങോട്ട് പിടിച്ചു വെച്ചാൽ ഏകദേശം 10-40 എണ്ണത്തോളം നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പരിച്ചിൽ ഒരു രക്ഷയില്ലാത്ത പരിച്ചിലായിരുന്നു. നമ്മൾ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് പരിച്ചിലിന്റെ കൂട്ടം ഉള്ളിലോട്ട് കയറിപ്പോയി. അങ്ങനെ നമ്മൾ പയ്യ വീഡിയോ ക്യാമറമാൻ്റെ ആ ക്യാമറയും മേടിച്ചിട്ട് നമ്മൾ ചെസ്റ്റ് ബെൽറ്റിൽ കൊടുത്തിട്ട് അടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്തെല്ലാം നമ്മൾ ഹോക്കി ഒപ്പ് കൊടുക്കുന്ന സമയത്തെല്ലാം അതിന്റെ ചെതമ്പലെല്ലാം അതിൽ കയറി വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ചെസ്റ്റ് ബെൽറ്റിൽ കയറ്റിട്ട് കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഇറങ്ങി അടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്കിന് ഒരു പരിച്ചിൽ കിട്ടി. അടി നല്ല നൈസ് അടിയായിരുന്നു. സംഭവം റിസ്ക് പരിപാടിയാണ്. ബാക്കിൽ നിൽക്കുന്നത് ആ മീനിന്റെ ഊക്ക് വിട്ട് പോവുകയാണെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ആളിന്റെ പുറത്തൊന്ന് ട്രിബിൾ ഹൂക്ക് കയറാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ ഒരെണ്ണത്തിന് ഫസ്റ്റ് പരിച്ചിൽ നമ്മൾ ഹൂക്കപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഏകദേശം 10, 35, 40 പരിച്ചിലോളം നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സാധനം കിട്ടിയിരിക്കുന്നത്. കണമ്പ് അല്ലെങ്കിൽ പരിച്ചിൽ എന്ന് പറയുന്ന 2 ടൈപ്പിൽ പറയുന്ന മീനാണ്. അങ്ങനെ ഒരെണ്ണത്തിന് കിട്ടി. നമുക്ക് ടൈം കിട്ടുന്നില്ല. കാരണം ഈ ആക്ടിവിറ്റീസ് കാണിക്കുന്ന എല്ലാം പരിച്ചിലിന്റെ കൂട്ടമാണ്. വീശുവലക്കാരെല്ലാം അവിടെ നിന്നപ്പോഴത്തേക്ക് എല്ലാ ടീമുകളും കൂടായിട്ട് ഇനി ഇപ്പുറത്തോട്ട് കയറി വന്ന് ഇവിടെ കല്ലായതുകൊണ്ട് എങ്ങും പോകൂല, ആരും വീശുവല അടിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവിടെ കളിക്കുന്ന ആ കളി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കാരണം വെച്ചാൽ നമ്മൾ പറ അടിച്ചേറ്റി. ഇതാ രണ്ടാമത്തെ പരിച്ചിലിനെ നമ്മൾ അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ തീറ്റയൊന്നും ഇല്ലാതെ ട്രിബിൾ ഹൂക്ക് കെട്ടി വലിക്കുന്ന ഒരു പരിപാടിയാണ്. രണ്ടാമത്തത് വലയും ചവറുമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, സൈസുള്ള ഒരു പരിച്ചിലിനെ തന്നെയാണ് നമ്മൾ അടിച്ചു കയറ്റിയിരിക്കുന്നത്. ആ പരിച്ചിലിനെ അടിക്കാനുള്ള ട്രിബിൾ ഹൂക്ക് ചൂണ്ടയെല്ലാം തന്നത് അടുത്തുനിന്നൊരു ചേട്ടനായിരുന്നു. അത് കെട്ടി അപ്പോഴേ അടിക്കാൻ തോന്നിയതുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയത്. അപ്പൊ നിങ്ങൾ എന്റെ മുമ്പ് സപ്പോർട്ട് ചെയ്ത് കണക്കിന് എന്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ ഗേസ്, സീ യു.